സാറിനെ പേഴ്സണലി മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു ഫാക്ടർ എന്താണ്? ഏറ്റവും ക്വാളിറ്റിയിലെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ സ്ട്രോങ് ആയിട്ടൊരു ഡ്രൈവ് വേണമല്ലോ. ഇപ്പോൾ എഡ്യൂപ്ലെയറിനെ ഇത്രയും വിഷണറി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ സാറിനെ നയിക്കുന്ന ഹൗസ് ബിൽഡിംഗ് പോലത്തെ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാറിനെ നയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എഡ്യൂപ്ലെയർ സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണമെങ്കിൽ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഉണ്ടായാൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി എഡ്യൂപ്ലെയർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വന്നാൽ ആ വിദ്യാർത്ഥി ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവേണ്ടതുണ്ട്. അവർ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സിങ് എഫക്റ്റീവായി നടക്കേണ്ടതുണ്ട്. അവർക്ക് ജർമ്മനിയിൽ എത്താൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അപ്പം ഇതിന് എഡ്യൂപ്ലെയർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഏറ്റവും ക്വാളിറ്റിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി സെറ്റ് ചെയ്യുക. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അവിടുത്തെ അക്കാഡമിക് നിലവാരമാണെങ്കിലും എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികളെ വിജയിക്കുന്നതിന് പര്യാപ്തമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ബോധ്യമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ അവരെ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സിങ് ഏറ്റവും എഫക്റ്റീവായി ചെയ്ത് 100% വിസ സക്സസ് റേറ്റോടുകൂടി മുഴുവൻ വിദ്യാർത്ഥികളും ജർമ്മനിയിലേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിക്കുക. ഇതെല്ലാം തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത്. കാരണം ഒരു വിദ്യാർത്ഥി ഫീസ് അടച്ച് പഠിച്ച് അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ മിഷനും വിഷനും പരാജയപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പരാജയമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എഡ്യൂപ്ലെയറിൻ്റെ ആപ്തവാക്യം.